പ്രകൃതി തൻ്റെ വശ്യമായ മഞ്ഞിൻ തണുപ്പിലൂടെ നമ്മളിൽ കുളിരണിയിപ്പിക്കുന്ന ഇടുക്കി. നമ്മൾ കണ്ടതും കണ്ടു മറന്നതുമായ കാഴ്ചകളേക്കാൾ നമ്മെ എപ്പോഴും അതിശയിപ്പിക്കുന്നത് ഇതുവരെ കാണാത്ത കാഴ്ചകളാണ്. ഈ പാറക്കൂട്ടം ഏതാണെന്നല്ലേ? ഇതാണ് ഇടുക്കിയിൽ ഒരു പക്ഷേ ആർക്കും പരിചിതമല്ലാത്ത കുമളി കട്ടപ്പന പാതയിൽ പുറ്റടിക്ക് സമീപം സ്ഥിതി ചെയ്യുന്ന ശങ്കുരുണ്ടാൻ പാറ എന്ന സ്ഥലം. പറയിപ്പറ്റ പന്തിരക്കുലത്തിലെ നാറാണത്ത് ഭ്രാന്തന്റെ കഥയെ സൂചിപ്പിക്കുന്നത് പോലെ ഇവിടെയും ആരോ പാറ ഉരുട്ടിക്കയറ്റി പിന്നീട് മറന്നതുപോലെ. പക്ഷേ ഈ പാറയ്ക്കുമുണ്ട് ചില ഐതിഹ്യം. അതിൻ്റെ ഈ വ്യത്യസ്ത പേരിനെക്കുറിച്ച് നമുക്ക് ഇവിടുത്തെ പ്രദേശവാസിയോട് തന്നെ ചോദിക്കാം. എൻ്റെ പേര് മണി. ഞാൻ വന്നിട്ട് 10-25 കൊല്ലമായി. എൻ്റെ വീട് നാഗർകോവിൽ. ഇവിടെ ഈ കടസിക്കടവിടെ. ഞാൻ ഇവിടെ 25 കൊല്ലം കൊണ്ട് ഇവിടെ ഉള്ളത്. ഇത് വന്നിട്ട് ഇപ്പം 2-3 കൊല്ലം ആവുന്നുള്ളത്. ഇത് എന്നിട്ട് അത് നേരത്തെ ഉള്ളത് അവിടെ. അത് 100 കൊല്ലത്ത് മുമ്പ് ഉണ്ടെന്നാണ് പറയുന്നത്. അതെ ഇരിക്കുന്നെന്ന് പറയുമ്പോൾ മഹാവിഷ്ണു അവിടെ വന്നതാണ്. മഹാവിഷ്ണു വരുമ്പോൾ ആ ചങ്ക് ഉരുണ്ട് താളോട്ട് പോയി ഉണ്ടായിരുന്നു. മഹാവിഷ്ണു അവിടെ ഇരിക്കാൻ അറ കണ്ടിട്ട് വന്നതവിടെ. അപ്പോൾ വരുമ്പോൾ ചങ്ക് ഉരുണ്ട് പോയി. മഹാവിഷ്ണു അവിടെ ഉണ്ട് ചുരുളിക്ക് പോയിന്നാണ് പറയുന്നത്. ചുരുളി അമ്പലത്തെ അങ്ങനെയാണ് പറയുന്നത്. നമ്മൾ ഒരു കാര്യങ്ങൾ ഓർത്തു പോയെങ്കിൽ കാര്യം അവിടെ നിറവേറണം. ആൾക്കാരെങ്ങനെയാണ് കേട്ടോ അതുപോലെ നൊയമ്പും കാര്യങ്ങളും നമ്മളവിടെ പോയെങ്കിൽ ഈ കല്യാണം പെണ്ണുകളൊക്കെ കെട്ടിച്ചു കൊടുക്കാതെ പിള്ളേരില്ലാത്തവർക്കൊക്കെ അവിടെ കാര്യങ്ങൾ നിറവേറുന്നുണ്ട്. അത് ഭയങ്കര വെയിൽ ചെമ്മയുമ്പം വെള്ളത്തേക്ക് പാടാ വരുമ്പോൾ അവിടെ പോയി ആൾക്കാർ 11 തേങ്ങ 51 തേങ്ങ 101 തേങ്ങ പൊട്ടിക്കുമ്പോൾ പെയ്യും മുളം പെയ്യും അവിടെ. അങ്ങനെ 100 കൊല്ലത്തോളം ഐതിഹ്യമുള്ളതും ഇതുവരെ വിനോദസഞ്ചാര കേന്ദ്രമായി പ്രഖ്യാപിച്ചിട്ടില്ലാത്ത ഈ പാറയിൽ കാൽനടയായി വേണമെത്താൻ. പക്ഷേ ആ ക്ഷീണം പച്ചപ്പുതപ്പിനാൽ ചുറ്റപ്പെട്ട പാറമുകളിലെ കാഴ്ചകൾ ഇല്ലാതെയാക്കും തീർച്ച. ഐതിഹ്യമുള്ളതിനാൽ തന്നെ പാറയിടുക്കിൽ ഒരു ദേവീ പ്രതിഷ്ഠയും ആരാധനാക്രമങ്ങളും നടത്തിപ്പോകുന്നു.
അവിടെ പിന്നെ ചോറ് 5 പേർക്കോ 15 പേർക്കോ നമ്മളെ ചുറ്റിയുള്ളത് 21 പേർക്ക് 41 ആൾക്ക് ഇങ്ങനെ 51 ആൾക്ക് ചോറ് വെച്ച് കൊടുക്കും, അല്ലാണ്ട് പായസം വെച്ച് കൊടുക്കും. അങ്ങനെയുള്ള ഉത്സവമായിട്ടില്ല, ഇത് നേർന്ന് പരിസരത്തിൽ ഒരു പ്രാവശ്യം ഈ 1-ാം തീയതി ആകുമ്പോൾ അവിടെ ഭയങ്കര പരിപാടിയാണ്. അവിടെ തീച്ചട്ടി എടുക്കുന്നവരും ചൂലം കുത്തുന്നവരും വേല് കുത്തുന്നവരും അങ്ങനെ. ഇവിടെ ഉണ്ട് അവിടെ കടസിക്കടവിൽ ഒരു ശിവക്ഷേത്രമുണ്ട്. ഇവിടെ ഉണ്ട് ഇവർ തീച്ചട്ടിയൊക്കെ എടുത്ത് ഈ മുളപ്പാരി അറിയത്തില്ല, അങ്ങനെ കൊണ്ട് 60 ചട്ടി 70 ചട്ടി ഇങ്ങനെ ഇതൊക്കെ കൊണ്ട് ആൾക്കാർ പോകും. അവിടെ പോയിട്ട് തെളിച്ച് ഇങ്ങോട്ട് വരാം, ആ ചൂലയൊക്കെ കുത്തിയിട്ട് തെളിച്ച് ഇങ്ങോട്ട് വരാം, വന്ന് അമ്പലത്തിൽ വന്ന് കയറാം. അപ്പോൾ 5 ദിവസം പരിപാടിയാണ്. ഇങ്ങനെയാണ് നമ്മൾ അറിഞ്ഞിട്ടുള്ളത്, കണ്ടിട്ടുമുണ്ട്. അപ്പോൾ 5 ദിവസം അവിടെ അന്നദാനം കൊടുക്കാം. അവിടെ ആ ഗണപതി അമ്പലം ഇരിക്കില്ല, അവിടെ ഉച്ചയ്ക്ക് ചാപ്പാട് ആൾക്കാർക്ക്. അങ്ങനെ ഭയങ്കര സത്യമുള്ള അമ്പലമാണ് ഇത്. ഒരു 3 കൊല്ലമായി ഇവിടെ ആൾക്കാർ ഇവിടെ വന്നിരുന്ന. ഈ ആൾക്കാർ വൈകുന്നേരം ആകുമ്പോൾ കള്ളടിക്കും, കപ്പയും കള്ള് ഇങ്ങനെ പൊറോട്ട ചിക്കൻ ബിരിയാണിയൊക്കെ ഇങ്ങനെ ഇവിടെ തിന്നിട്ടെടുക്കുന്നുണ്ട്. അത് മുമ്പ് അവിടെ തിന്നിട്ടെടുക്കുമ്പോൾ അവിടെ ഇവർ പാത്രത്തിൽ കൊണ്ടുവച്ചാൽ തിന്നിട്ടെടുക്കുന്നുണ്ട്. പാത്രത്തിലുണ്ട് 10-20 കപ്പയൊക്കെ വാങ്ങിച്ചിട്ട് തിന്നിട്ട് ക്വാർട്ടറൊക്കെ. അപ്പോൾ ഇവരെ തൂക്കി പാത്രമൊക്കെ ആ റോട്ടിൽ പോയി അവിടെ. അപ്പോൾ രാവിലെ നോക്കുമ്പോൾ ഇവിടെ ഗണപതി തെളിഞ്ഞിട്ടുണ്ടത്. പാത്രമൊക്കെ എങ്ങനെ ഇവരെ അടുത്ത് ദൂരെ കളഞ്ഞപ്പോൾ അങ്ങോട്ട് കളയുമ്പോൾ ഇവരെയും ദൂരെ കളഞ്ഞ അങ്ങോട്ട്. അങ്ങനെ രാവിലെ നോക്കുമ്പോൾ ഇവിടെ വന്ന് നോക്കുമ്പോൾ ഈ ഗണപതി തെളിഞ്ഞിരുന്നുണ്ട്. അതിന് ഇത് ആൾക്കാരിങ്ങനെ കെട്ടുന്ന അവിടെ ഉണ്ട് കെട്ടേണ്ടിയത്. അത് മണ്ടറിഞ്ഞുമ്പോൾ കെട്ടിയെന്നുള്ളത് അങ്ങനെയാണ് സംഭവം. ഇവിടെ ആരും വരത്തില്ല. ഇവിടെ ഈ ഭാഗത്ത് അവിടേക്ക് ഇരുന്ന് കള്ള് കുടിക്കും, ഇങ്ങോട്ട് ആൾക്കാർ വരത്തില്ല. അവിടെ കള്ള് കുടിയും അങ്ങനെയുള്ള കേസുണ്ട്. പൂസ നടത്തുന്നുണ്ട് ആൾക്കാർ. വെള്ളിയാഴ്ചയും ചൊവ്വാഴ്ചയും പൂജ നടത്തുന്നുണ്ട്. ഇവിടെ ഈ കല്ല് കയറി വെച്ചിട്ടുണ്ട് അവിടെ. അത്രയേ ഉള്ളൂ, മാർബിള കല്ല്. അത് കല്ല് കയറി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ വന്ന് അവർ 4-5-6 കോടി രൂപ ലോൺ എടുത്തിട്ട് കല്ല് കയറിയതാണ്. ഇത് അമ്പലത്തിൻ്റെ വകയത്. അതവർ ഇട്ടിട്ട് പോയി. ഭഗവാൻ സമ്മതിക്കുന്നില്ല, ഭഗവാൻ്റെ വകയത്. ഇവിടെ ഉണ്ട് ആ ഒങ്ങരമുണ്ട് 10-20-21 ഏക്കർ സ്ഥലം ഭഗവാന് വേണ്ടി പണ്ട് രാജാക്കന്മാർ എഴുതി വെച്ചത് സ്ഥലമാണെന്നാണ് പറയുന്നത്. ഈ ചെമ്പ് പട്ടയമുള്ളതാണ് അതിന്. അങ്ങനെയാണ് പറയുന്നത്. വെള്ളം അങ്ങനെയാണ് കേട്ടോ. ഈ അമ്പലത്തിൽ വെള്ളം, ആവശ്യമുള്ള വെള്ളം അവിടെ ഉണ്ട്, ഭഗവാനെ കിട്ടണമെന്നാണ് പറയുന്നത്. അമ്പല ആവശ്യങ്ങൾക്കായുള്ള വെള്ളവും മറ്റും പ്രകൃതി തന്നെ കനിഞ്ഞു നൽകണമെന്നതാണ് ഇവിടുത്തെ മറ്റൊരു പ്രത്യേകത. ഈ ഒരു സ്ഥലം മാത്രമല്ല, മറ്റനേകം സ്ഥലങ്ങളിൽ പ്രകൃതി തൻ്റെ അത്ഭുത കലാവിരുദ്ധ നിലനിർത്തിയിട്ടുണ്ട്. മനുഷ്യ സൗന്ദര്യത്തേക്കാൾ പ്രകൃതി സൗന്ദര്യത്തെ ആസ്വദിക്കുന്നവരാരോ അവനാണ് യഥാർത്ഥ മനുഷ്യൻ.